കട്ടപ്പന പുതിയ ബസ് സ്റ്റാൻഡിന് സമീപത്ത് ബാങ്ക് ജപ്തിയെ തുടർന്ന് കിടക്കുന്ന സ്ഥലത്തെ മലമൂത്ര വിസർജനം തടയാൻ നടപടിയുമായി കട്ടപ്പന നഗരസഭ. വിഷയത്തിൽ ബാങ്കിന് നോട്ടീസ് നൽകുമെന്ന് നഗരസഭാ സെക്രട്ടറി അറിയിച്ചു. പൊതു ഇടങ്ങളിലെ മലമൂത്ര വിസർജനത്തിനെതിരെ നഗരസഭാ ആരോഗ്യ വിഭാഗം ശക്തമായ നടപടി സ്വീകരിക്കുമെന്നും വൈസ് ചെയർമാനും വ്യക്തമാക്കി. കട്ടപ്പന പുതിയ ബസ് സ്റ്റാൻഡിന്റെ സമീപത്തായാണ് കേരള ബാങ്ക് ജപ്തിയെ തുടർന്നുള്ള സ്ഥലം പൊതു ശൗചാലയം എന്നോണം പാഴ്ഭൂമിയായി കിടക്കുന്നത്. മുൻപ് ഇവിടെ കാട് പിടിച്ച് കിടന്നത് വലിയ പ്രതിസന്ധി സൃഷ്ടിച്ചതോടെ നഗരസഭയുടെ നിർദ്ദേശപ്രകാരം ബാങ്ക് അധികൃതർ ഇവിടുത്തെ കാടുപടലങ്ങൾ വെട്ടിമാറ്റിയിരുന്നു. എന്നാൽ ഇപ്പോൾ ഇവിടം പൊതു ശൗചാലയം എന്ന രീതിയിലാണ് ആളുകൾ കാണുന്നത്. ബസ് സ്റ്റാൻഡിൽ എത്തുന്നവർ പ്രാഥമിക കൃത്യങ്ങൾ നിറവേറ്റാൻ ഇവിടേക്കാണ് ആദ്യം എത്തുന്നത്. ഇതോടെ മേഖലയിൽ അസഹനീയമായ ദുർഗന്ധവും വമിക്കുന്നുണ്ട്. മലമൂത്ര വിസർജനത്തിനൊപ്പം അതിഥി തൊഴിലാളികളടക്കം ലഹരി വസ്തുക്കളുടെ കൈമാറ്റവും ഇവിടെ വെച്ച് തന്നെയാണ് നടക്കുന്നത്. ഇക്കാര്യങ്ങൾ കൊണ്ട് നാളുകളായി ഈ ഭൂമി വേലികെട്ടി തിരിക്കണമെന്ന ആവശ്യം ഉയരുന്നതാണ്. എന്നാൽ നടപടി ഉണ്ടായിട്ടില്ല. ഈ സാഹചര്യത്തിൽ വിഷയം അധികാരികളിൽ എത്തിക്കുന്നതിന്റെ ഭാഗമായി വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നതിനായി എത്തിയ മാധ്യമപ്രവർത്തകർക്ക് നേരെ മദ്യപസംഘത്തിന്റെ ആക്രമണവും ഉണ്ടായി. ഈ സാഹചര്യത്തിൽ വിഷയം ഗൗരവമായി കണ്ട് ഭൂമി വേലികെട്ടി സംരക്ഷിക്കാൻ ബാങ്ക് അധികൃതർക്ക് നോട്ടീസ് നൽകുമെന്ന് നഗരസഭാ സെക്രട്ടറി ആർ മണികണ്ഠൻ വ്യക്തമാക്കി. കഴിഞ്ഞ കുറച്ച് നാളുകളായി കാട് പിടിച്ചു കിടക്കുന്ന ഒരു അവസ്ഥയിലായിരുന്നു. അത് നമ്മൾ കണ്ടെത്തിയതിനെ തുടർന്ന് കത്ത് നൽകുകയും ആയത് വൃത്തിയാക്കി സൂക്ഷിക്കുകയും ചെയ്തിട്ടുള്ളതാണ്. എന്നാൽ നിലവിൽ അത് സാമൂഹ്യ വിരുദ്ധരോ അല്ലാത്തൊരു ആൾക്കാരെല്ലാം അത് ഉപയോഗിക്കുകയും കഴിഞ്ഞ ദിവസം തന്നെ അത്തരത്തിലുള്ള ഒരു റിപ്പോർട്ട് ചെയ്യാൻ പോയ ആൾക്കാർക്കെതിരായിട്ടുള്ള ഒരു ആക്രമണ തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടന്നതായിട്ട് നമ്മൾ അറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുപോലെ ആ സ്ഥലത്ത് മലമൂത്ര വിസർജനത്തിനൊക്കെ ഉപയോഗിക്കുന്ന വഴി പൊതുജനങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത സ്ഥലത്തിലാണ് റോഡ് സൈഡും എല്ലാം വന്നിട്ടുള്ളതെന്ന് അറിയുന്നു. അപ്പോൾ ഇത് പരിഗണിച്ചുകൊണ്ട് നഗരസഭ ആരോഗ്യ വിഭാഗത്തിൻ്റെ നേതൃത്വത്തിൽ കേരള ബാങ്കിന് നോട്ടീസ് നൽകുന്നതിനും തുടർ പ്രവർത്തനങ്ങൾ നടത്തുന്നതായിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. അതിനുള്ള കത്ത് നമ്മൾ ഉടൻ തന്നെ നൽകുന്നതാണ് എന്നിവരാണ് അറിയിക്കുന്നത്. മേഖലയിൽ മലമൂത്ര വിസർജനം നടത്തുന്നതോടെ മഴ പെയ്യുന്ന സാഹചര്യത്തിൽ ഇവ ഒഴുകി നീർച്ചാലുകളിലേക്ക് എത്തുകയും അത് നിരവധി കുടിവെള്ള സ്രോതസ്സുകളുള്ള കട്ടപ്പനയാറിനെ മലിനമാക്കുകയും ചെയ്യുകയാണ്. ഇതിനെതിരെ ശക്തമായ നടപടിയാണ് വേണ്ടത്. അതിനാൽ നഗരസഭയുടെ ഭാഗത്തു നിന്നും നോട്ടീസ് അടക്കമുള്ള നടപടികൾ എടുക്കുമെന്നും പൊതു ഇടങ്ങളിലെ മലമൂത്ര വിസർജനത്തിനെതിരെ നഗരസഭാ ആരോഗ്യ വിഭാഗം നടപടി സ്വീകരിക്കുമെന്നും നഗരസഭാ വൈസ് ചെയർമാൻ KJ ബിന്നി പറഞ്ഞു. ആ പ്രദേശത്ത് കാട് കയറി കിടക്കുകയാണ്. അവിടുന്നൊരു വഴി കാണുന്നുണ്ട്. ആ വഴിയിൽ കയറി ഈ മലമൂത്ര വിസർജനം നടത്തുന്നതിൻ്റെ ഭാഗമായി അതുവഴി പോകുന്ന നീർച്ചാലുകളിലേക്ക് ഒഴുകിയെത്തുന്ന സ്ഥിതിവിശേഷം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഇത് വളരെ ഗൗരവമായി കാണുന്ന ഒരു വിഷയമാണ്. മാത്രമല്ല അവിടെ പാർക്ക് ചെയ്യുന്ന അതിലേക്ക് കയറി പോകുമ്പോൾ പാർക്ക് ചെയ്യുന്ന ചില വാഹനങ്ങളെ സംബന്ധിച്ച് അതിൻ്റെ നമ്പറുകൾ പരിശോധിച്ചതിൽ നിന്നും നമുക്ക് കിട്ടുന്ന വിവരമാണെങ്കിൽ അതിൻ്റെ യഥാർത്ഥ നമ്പറുകളല്ല എന്ന തരത്തിൽ പോലുമുള്ള വിവരങ്ങൾ നമുക്ക് കിട്ടി വരുന്നുണ്ട്. ആയതുകൊണ്ട് അത്തരം കാര്യങ്ങളിൽ വളരെ കർശനമായ നടപടി സ്വീകരിക്കുന്നതിനാവശ്യമായ ഒരു തീരുമാനത്തിലേക്ക് മുനിസിപ്പാലിറ്റിക്ക് പോകേണ്ടി വരും. അതുമായി ബന്ധപ്പെട്ട ആളുകൾക്ക് അത്തരത്തിലുള്ള കത്തുകളും മറ്റ് നടപടികളുമായി മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിട്ടുണ്ട്. സാമൂഹ്യ വിരുദ്ധരുടെ കേന്ദ്രമായി മാറിയ സ്ഥലം കട്ടപ്പന പുതിയ ബസ് സ്റ്റാൻഡിനോട് അതിർത്തി പങ്കിട്ടാണ് നിലകൊള്ളുന്നത്. അതോടൊപ്പം നഗരത്തിന്റെ മുകൾ ഭാഗത്തുകൂടി കുന്നളംപാറ മാർക്കറ്റ് റോഡ് കടന്നു പോകുന്നുണ്ട്. സ്ഥലത്ത് മനുഷ്യവിസർജനം കെട്ടിക്കിടക്കുന്നത് സ്റ്റാൻഡിൽ എത്തുന്നവർക്കും റോഡിലൂടെ കടന്നു പോകുന്നവർക്കും മേഖലയിലെ വിവിധ വ്യാപാരികൾക്കും വലിയ ബുദ്ധിമുട്ടാണ് സൃഷ്ടിക്കുന്നത്. സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ കടന്നുപോകുന്ന റോഡിനോട് ചേർന്നാണ് ആളുകൾ മലമൂത്ര വിസർജനം നടത്തുന്നത്. കട്ടപ്പന പുതിയ ബസ് സ്റ്റാൻഡിൽ പൊതു ശൗചാലയമുണ്ടെങ്കിലും ഇത് അവഗണിച്ചാണ് ചിലരുടെ നടപടി. ന്യൂസ് ബ്യൂറോ, കട്ടപ്പന.